നമസ്കാരം, എല്ലാവർക്കും ഹിൽ ടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നല്ല കിണ്ണം കാച്ചി ഹണി അൽഫാം മന്തി ആട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങോട്ട് പഠിച്ചാലോ? അപ്പോൾ ചിക്കൻ്റെ കഴുത്തും ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം കേട്ടോ അൽഫാം ചെയ്യാനായിട്ട്. നമുക്ക് ഈ ചിക്കൻ്റെ നടുഭാഗവും കഴുത്തുമൊന്നും വേണ്ട, അപ്പോൾ അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ എല്ലാ ചിക്കനും ഇതാ ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കത്രികയും കൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ കത്തിയും കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മൂർച്ചയുള്ള കത്രികയാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഷേപ്പ് നോക്കി, കറക്റ്റ് ഷേപ്പല്ലേ, പൂമ്പാറ്റ പോലെ. അപ്പോൾ നമ്മുടെ അവസാനത്തെ ചിക്കൻ ഇതാ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കഴുത്തൊക്കെ നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ആക്കാം കേട്ടോ. എന്നിട്ട് റൈസൊക്കെ നമുക്ക് അതിനകത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇട്ട് അങ്ങ് വേവിച്ചിട്ട് ആ വെള്ളത്തിൽ വേണം നമുക്ക് മന്തി റൈസ് റെഡിയാക്കാൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ ചിക്കൻ കഴുകാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുളിപ്പിച്ച് കുട്ടന്മാരാക്കിയ ചിക്കനൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് തുടങ്ങാം. 2 പ്രാവശ്യം മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അപ്പോൾ ഇഞ്ചിയുടെ കൂട്ടുകാരൻ വെളുത്തുള്ളി പേസ്റ്റ്. ഇനി അടുത്തായിട്ട് തൈര് എടുക്കാം നമുക്ക്. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല രീതിയിൽ ടെൻഡർ ആവണ്ടേ. ഇനി നമുക്കിതെല്ലാം ഈ ചിക്കനകത്ത് അങ്ങോട്ട് പെരട്ടണം കേട്ടോ. നല്ല രീതിയിൽ കുഴച്ച് മറിച്ച് എല്ലായിടത്തും ആക്കാം. ഓ, ചിക്കനൊന്നും അനുസരണയില്ലണ്ടായില്ല, ഓടിക്കളിക്കുന്നു. അപ്പോൾ ചിക്കൻ നമുക്കിനി ഈ പാത്രത്തിൽ വെച്ചൊരു അരമണിക്കൂർ അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ അടച്ചു വെക്കാം. അത് കഴിഞ്ഞ് അടുത്ത മസാല റെഡിയാക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് നമ്മൾ കുതിർത്ത് വെച്ച കാശ്മീരി ചില്ലിയും അതേപോലെ തന്നെ നമ്മുടെ സാധാ മുളകും കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ്. നമ്മൾ ചുമന്ന മുളകല്ല ഇട്ട്, കുറച്ച് പച്ചപ്പും കൂടെ ആവാം. മിൻറ്റ് ലീഫും കൊറിയാണ്ടർ ലീഫും. ഇനി കാളം കുളം അരിഞ്ഞ സവോള കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്കൊരു ജിംബ്രൂട്ടൻ തക്കാളിയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് കൊണ്ട് അങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ എല്ലാം പേസ്റ്റ് അടിച്ച് നല്ല ചുമന്ന മസാലയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തൊരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാവേ. നല്ല നീരുള്ള നാരങ്ങ കേട്ടോ. 2 നാരങ്ങ തന്നെ പിഴിഞ്ഞാൽ ഉണ്ട് ഒരു 50 ml നീര്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പെഷ്യൽ അൽഫാം മസാല ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അൽഫാം മസാല പൗഡർ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. അരേ വാ, എന്താ സ്മെല്ല്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാവേ. എന്നാ നല്ല അടിപൊളി കളറാണ്. അപ്പോൾ നമ്മുടെ ഈ മസാല നേരത്തെ എടുത്ത് വെച്ചാൽ ചിക്കനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. ഇനി ഇവനെ അങ്ങോട്ട് മൊത്തത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ കുട്ടന്മാർ ഫ്രിഡ്ജിൽ ഒരു രാത്രി അങ്ങോട്ട് വിശ്രമിക്കട്ടെ. അതായത് മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ച്, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് കനലിൽ ചുട്ടടിക്കുക. അപ്പോൾ നമ്മൾ ഫുള്ള് മരം കത്തിച്ച് കരിയാക്കിയിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളി കനലായിരിക്കും. അപ്പോൾ ചിരട്ട ആദ്യം ഇട്ടിട്ട് അങ്ങോട്ട് കത്തിച്ച് തുടങ്ങിയാൽ എളുപ്പമാവുമല്ലോ. കട്ട് ചെയ്യാൻ വരുന്ന തീ ഒന്ന് ഇളക്കി കൊടുക്കാം നൈസായിട്ട്. അപ്പോൾ നമ്മുടെ തടിയൊക്കെ കത്തിയതാ കനലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എല്ലായിടത്തും ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രില്ല് വെച്ച് അങ്ങോട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടി നോക്കാം കേട്ടോ. ചിക്കൻ ഈ മസാലക്കകത്തൊക്കെ പെരണ്ടിട്ട് അതിൻ്റെ ഭംഗി നോക്കിയടാ. ഉള്ളി നമ്മുടെ ചിക്കൻ കുട്ടന്മാർ നേരുന്നിരിക്കുന്നതാണ്. എന്താ ചന്തമല്ലേ.
അപ്പോൾ ആദ്യം വെച്ചൊക്കെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവേ. നല്ല ജ്യൂസി അൽഫാമാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒപ്പം നമുക്ക് മന്തി റൈസ് റെഡിയാക്കാം കേട്ടോ. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ചൂടായ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് അല്പം ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് റൈസ് ഇട്ട് കൊടുക്കാവേ. ഞാൻ ഒരു 3 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത്, കഴുകി കുതിർത്ത് വെച്ച റൈസ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തൊരു ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കാവേ. ശരിക്കും റൈസൊക്കെ ഇങ്ങനെ ഇളക്കുമ്പോൾ ഇതേപോലെ ഒരു വുഡൻ സ്പാച്ചിലോ അങ്ങനെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഇളക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ റൈസ് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് സ്റ്റോക്കൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടില്ല കേട്ടോ, ചിക്കൻ സ്റ്റോക്കിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് അടച്ച് വെച്ച് ഒരു 10-12 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒന്നുകൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ റൈസ് ഇതാ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അടുപ്പത്തു നിന്ന് വാങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് ഹണി സോസും കൂടി ഉണ്ടാക്കാം ഇതിനകത്ത് ഇതാക്കാൻ. ഹണി ഗാർലിക് സോസ് നമ്മുടെ ചൂടായ പാനിനകത്തോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ, സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ജിഞ്ചറല്ല ഗാർലിക്ക് കുറച്ച് ഇട്ട് കൊടുക്കാവേ. ഒരു ലേശം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമുക്ക്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഹണി ഒഴിച്ച് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അല്പം നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ സാധനമൊക്കെ നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസി അൽഫാമിൻ്റെ മുകളിലേക്ക് ഇതാ ഈ ഹണി ഗാർലിക് സോസ് അങ്ങോട്ട് മുക്കി അടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ ചിക്കൻ്റെ മുകളിലും നമുക്ക് ഈ ഹണി ഗാർലിക് സോസ് അടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ഹണി ഗാർലിക് സോസ് വന്നപ്പോൾ ചിക്കനൊക്കെ അങ്ങോട്ട് തിളങ്ങാൻ തുടങ്ങിയില്ലടാ. നല്ല ഗ്ലേസിങ് അല്ലേ. അപ്പോൾ നമ്മുടെ ഹണി അൽഫാം, അതായത് ജ്യൂസി ഹണി അൽഫാം എന്താ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനവട്ടം മിനുക്ക് പണിയായിട്ട് നമ്മൾ സോസൊക്കെ കുളിപ്പിച്ച് നിർത്തിയിരിക്കുകയല്ലേ, അതിൻ്റെ മുകളിലോട്ട് കുറച്ചൊരു മസാലപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെയും റൈസിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്ലേറ്റ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചാലോ. നമ്മുടെ പാത്രത്തിലോട്ട് റൈസ് അങ്ങോട്ട് കുടയാവേ. ചിക്കൻ ഇനി എടുത്തതിൻ്റെ മുകളിലോട്ട് വെക്കാം കേട്ടോ. ഇത് ലെഗ് പീസൊക്കെ അടന്നു പോയില്ലടാ വെന്തിട്ട്. അപ്പൊ നമ്മളിതാ മന്തിയൊക്കെ റെഡിയായി കൊണ്ടുവന്നിട്ടോ. ജിതിനെ കഴിക്കല്ലേ നമുക്ക്? നമുക്ക് അങ്ങോട്ട് പൊളിക്കാട്ടോ. ഒരു ചിയേഴ്സ് പറ. അപ്പൊ കേട്ടോ ഒരു കടി കടിച്ചോ, നീ കഴിച്ചോ. അപ്പൊ ഞാനൊരു കടി കടിക്കട്ടെ കേട്ടോ.
മുമ്പോ ഹണി അൽഫാം വേറെ ലെവൽ ഇട്ടോ. തേൻ തന്നെ. നോക്ക് ലെഗ് പീസ് പൊളി. ഇതിനെ ഒന്നും നോക്കണ്ട, റൈസ് അങ്ങോട്ട് പഠിച്ചതാ, മയണൈസൊക്കെ കൂട്ടി അങ്ങോട്ട് അടിച്ചോ. റൈസ് ഉണങ്ങല്ലേ. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട് ശരിക്കും? അടിപൊളി അടിപൊളി. ചിക്കണോ ഇതാ ഹണിയിൽ മുങ്ങി നിൽക്കുന്ന നമ്മുടെ അൽഫാം പീസ് നോക്കി. ഓ ഇതിങ്ങനെ ഉണ്ടല്ലോ. അതിൻ്റെ പൊന്നടാവേ നോക്കി. ഇനി നമ്മുടെ റൈസും ഇല്ലടാ, കുറച്ചതാ നമ്മുടെ ഹണി അൽഫാമിൻ്റെ ആ സ്കിന്നോട് കൂടിയ പീസും കൂടെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഈ ചിക്കൻ പീസ് നമുക്കന്ന് ഈ മയണൈസിനകത്ത് അങ്ങ് മുക്കിയെടുക്കാം, എന്നിട്ട് റൈസിലേക്ക് വെക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൂട്ടി പിടിക്കാം. ആ ഇളം മധുരവും ആ സ്പൈസിനെസ്സും എല്ലാം കൂടെ, ആ മയണൈസും കൂടെ എല്ലാത്തിനും പൊളി എന്ന് പറഞ്ഞാൽ പൊളി. ഇത് നമ്മുടെ തക്കാളി അരച്ചതുണ്ടല്ലോടാ, സൽത്ത, അതേക്കൂട്ട് ലേശം നമ്മുടെ ഇതിനകത്തോട്ടങ്ങ് റൈസിനകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് ഇങ്ങനെ ആ ചിക്കനും ആ റൈസും കൂടെ ഒക്കെ അങ്ങോട്ട് കൂട്ടിയെടുത്തിട്ടുണ്ടല്ലോ. അതെൻ്റെ പൊന്നോ, അതായത് മയണൈസ് ആയിട്ട് സൽത്ത ആയിക്കോട്ടെ എല്ലാം പൊളി എന്ന് പറഞ്ഞാൽ പൊളി കിട്ടുക. ഭയങ്കര കോമ്പിനേഷൻ. ആ ഒരു ചെറിയ സ്വീറ്റ്നെസ്സും ആ സ്പൈസിനെസ്സും എല്ലാം കൂടെ വരുമ്പോഴത്തേനും ഉണ്ടല്ലോ, എല്ലാത്തിൻ്റെ കൂടെ ഗംഭീരമാണെന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. ഇതിന് എത്ര ചിക്കൻ കഴിക്കാൻ പറ്റും നിനക്ക്? 4 പീസ് കഴിക്കാം. കഴിക്കോളാം. അപ്പോൾ ഒരു ഫുൾ ചിക്കനായി. ചിക്കൻ അപ്പോൾ അത്ര അടിപൊളിയാണെന്നാ പറയണത്. ആണം ഉഷാറിടോ, ഉഷാർ സാധനം. അപ്പോൾ എന്നാ നിങ്ങളൊരു ഫുൾ ചിക്കൻ അങ്ങോട്ട് കഴിച്ചോട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഹണി അൽഫാം മന്തി? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുമല്ലോ അല്ലേ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ ഇട്ടാരും. അപ്പോൾ നമ്മുടെ ഇതിലും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും പീസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ.